ഉണ്ണി ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്ത പുൽക്കൂട്ടിലേക്കാകാം. പുൽക്കൂട്ടിൽ എന്താണ് സംഭവിച്ചത്? ഉണ്ണി ഈശോയ്ക്ക് ഇടം കിട്ടി. ഇടത്തെക്കുറിച്ചാകാം നമ്മുടെ ചിന്ത. നമുക്ക് ലഭിക്കുന്ന ഇടങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ഇടങ്ങൾ. ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വാർത്തയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സ്നേഹസ്പർശ എന്ന ഒരു സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച്. കൊച്ചിയിലാണ്. ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളെ നോക്കുന്ന, അവരെ പരിശീലിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂൾ. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ ഒരു വലിയ മുന്നേറ്റമാണ്. ഒരു കഫേയാണ് അവർ തുറന്നിരിക്കുന്നത്. ഈ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾ അവർ മാനേജ് ചെയ്യുന്ന ഒരു കഫേ. അവർ സ്പെഷ്യലായി മാറുകയാണ്. ആ കുട്ടികൾ സ്പെഷ്യലാണ്, അതുപോലെ തന്നെ അവർ തുറന്നു കൊടുത്ത ആ ഇടം സ്പെഷ്യലായി മാറുകയാണ്. അവരുടെ ആ കുട്ടികളുടെ മാതാപിതാക്കളും ആ സിസ്റ്റേഴ്സുമൊക്കെ ആ സ്പെഷ്യൽ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ബാധിച്ച ഈ കുട്ടികൾക്ക് ഒരു ഇടമൊരുക്കി എന്നുള്ളതാണ്. അതൊരു മനോഹരമായ ചിന്തയായിട്ട് എനിക്ക് തോന്നി. ഈ കാലത്ത് അങ്ങനെയുള്ളവർക്കും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് തട്ടിലുള്ളവർക്കും ഇടമൊരുക്കുന്ന ആ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരെ അല്പം കൂടി ചേർത്ത് പിടിക്കാനും, അവരെ ഒന്ന് കാണാനും, അവരുടെ ജീവിതത്തെയും ആ കുഞ്ഞു ജീവിതങ്ങളെയും ഒന്ന് പരിഗണിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോൾ ഈ ഒരു പുൽക്കൂടിൻ്റെ ചൈതന്യം, ഈശോയ്ക്ക് കിട്ടിയ ആ ഇടം പോലെ ഒരു പുൽക്കൂടനുഭവം നമ്മളും കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുക. ആ ഒരു മനോഭാവം, ഇടം കൊടുക്കുന്ന ആ ഒരു ഹൃദയഭാവം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ക്രിസ്തുമസ് നമ്മളെ സഹായിക്കട്ടെ. ദ പീനട്ട് ബട്ടർ ഫാൽക്കൺ എന്ന ഒരു മനോഹരമായ ചിത്രമുണ്ട്. ആ സിനിമയിലും ഇങ്ങനെ ഡൗൺ സിൻഡ്രോം ബാധിച്ച സാക്ക് എന്ന ഒരു കുഞ്ഞു മനുഷ്യനുണ്ട്. അവൻ്റെ ജീവിതത്തിലേക്ക് രണ്ടുപേർ കടന്നു വരുന്നതാണ് സിനിമ. ആ രണ്ടുപേർ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ ഡൗൺ സിൻഡ്രോം ബാധിച്ച സ്പെഷ്യൽ ചൈൽഡിനെ അവർ ഇടം കൊടുത്തുകൊണ്ട്, സ്നേഹത്തിൻ്റെ ഇടവും കാരുണ്യത്തിൻ്റെ ഇടവും ഒക്കെ കൊടുത്തുകൊണ്ട് അവരിങ്ങനെ ചേർത്ത് നിർത്തുന്ന മനോഹരമായൊരു സിനിമ. പറ്റുമെങ്കിൽ ഈ ക്രിസ്മസിന് ദ പീനട്ട് ബട്ടർ ഫാൽക്കൺ എന്ന സിനിമ കാണാം. മനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം ആ സിനിമയിലുണ്ട്. ഇടം കൊടുക്കുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട്, അവരുടെ ഇല്ലായ്മകളിലേക്ക്, അവരുടെ കുറവുകളിലേക്കൊക്കെ കടന്നു ചെന്നിട്ട് അവർക്ക് ഒരു ഇടം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കുന്ന മനോഭാവം. ആ ഒരു മനോഭാവം ഈ ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കട്ടെ.